ഇന്ത്യയിൽ വലിയ പ്രശ്നങ്ങൾക്കും വിവാദങ്ങൾക്കും ഒക്കെ വഴിവെക്കുന്ന ഒന്നാണ് ഇന്ധന വില വർധന. ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും ഇന്ധനത്തിന്റെ വില നൂറും അതിനു മുകളിലും ഒക്കെയാണ്. ഇന്ധന വില ഉയർന്നു നിൽക്കുന്നത് രാജ്യത്തെ സാധാരണക്കാരെയും മധ്യവർഗത്തെയും എല്ലാം ഒരുപോലെ ബാധിക്കുന്ന കാര്യമാണ്. ഇടയ്ക്ക് വിലക്കുറവ് ഉണ്ടായാൽ പോലും ആഗോള സാഹചര്യങ്ങൾ പ്രവചനാതീതമായതിനാൽ ഒരു പരിധിയിൽ താഴേക്ക് നിരക്കുകൾ കുറയാറില്ല. എന്നാൽ 1 ലിറ്റർ പെട്രോൾ 15 രൂപയ്ക്ക് കിട്ടിയാലോ? അതെ, അത് സാധ്യമാണെന്ന് പറയുന്നത് മറ്റാരുമല്ല, കേന്ദ്ര പെട്രോളിയം മന്ത്രി നിതിൻ ഗഡ്കരിയാണ്. കഴിഞ്ഞ ദിവസം രാജസ്ഥാനിൽ വെച്ച് നടന്ന ഒരു റാലിയിലാണ് കേന്ദ്രമന്ത്രി ഇതേപ്പറ്റി വിശദമാക്കിയത്. അത് എങ്ങനെ സാധിക്കുമെന്നായിരിക്കും ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത്. അതിനുള്ള മരുന്നാണ് എഥനോൾ. പെട്രോളിൽ എഥനോൾ കലർത്തിയുള്ള ഫ്ലെക്സ് ഫ്യൂവലിലൂടെ പെട്രോൾ വില കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് ഗഡ്കരി പറയുന്നത്. പെട്രോളിൽ 60% വരെ എഥനോൾ ബ്ലെൻഡ് ചെയ്താൽ വില ലിറ്ററിന് 15 രൂപ വരെ താഴ്ത്താൻ സാധിക്കുമെന്നാണ് അദ്ദേഹം വിശദീകരിച്ചത്. എഥനോളിന്റെ ആധിപത്യം പരിസ്ഥിതിക്കും കർഷകർക്കും ഒരുപോലെ മെച്ചമാണെന്ന ബോണസ് നേട്ടം കൂടിയുണ്ട്. കഴിഞ്ഞ വർഷം കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഫ്ലെക്സ് ഫ്യൂവൽ വാഹനങ്ങൾ നിർമ്മിക്കണമെന്ന് രാജ്യത്തെ വാഹന നിർമ്മാണ കമ്പനികളോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതേ തുടർന്ന് ടൊയോട്ട നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ ഫ്ലെക്സ് ഫ്യൂവൽ അധിഷ്ഠിത ഇന്നോവ കാർ അവതരിപ്പിക്കപ്പെടുകയും ചെയ്തു. ഇതോടെ ഫ്ലെക്സ് ഫ്യൂവൽ ടെക്നോളജിയിൽ ഉയരങ്ങൾ കീഴടക്കിയ രാജ്യമാണ് ഇന്ത്യ എന്ന് വെളിപ്പെട്ടു. നിലവിൽ കൂടുതൽ എഥനോൾ ബ്ലെൻഡ് ചെയ്യുന്ന സങ്കേതങ്ങൾ ഇന്ത്യ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയ കാലത്തിന്റെ ഇന്ധനമായി E20 ഫ്യൂവൽ മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. BS6 രണ്ടാം ഘട്ടം നടപ്പാക്കാൻ ഒരുങ്ങുന്നതോടെ ഫ്ലെക്സ് ഫ്യൂവലിന്റെ പ്രാധാന്യം വർദ്ധിക്കുന്നു. E20 ഫ്യൂവലിൽ 20% എഥനോൾ ആണ് ബ്ലെൻഡ് ചെയ്തിരിക്കുന്നത്. നിലവിൽ പെട്രോളിൽ 60% മുതൽ 85% വരെ എഥനോൾ ബ്ലെൻഡ് ചെയ്യാനുള്ള ശ്രമങ്ങളാണ് പുരോഗമിക്കുന്നത്. കൂടുതൽ എഥനോൾ ബ്ലെൻഡ് ചെയ്ത ഫ്യൂവൽ ഇന്ത്യയെ സംബന്ധിച്ച് ക്രൂഡ് ഓയിൽ ഇറക്കുമതി കുറയ്ക്കാൻ സഹായകമാകും. രാജ്യത്തിന്റെ ഇന്ധന ആവശ്യകതയുടെ 80%വും ഇറക്കുമതിയെയാണ് നിലവിൽ ആശ്രയിക്കുന്നത്. ക്രൂഡ് ഇറക്കുമതി ചെലവ് വൻതോതിൽ കുറയുന്നത് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്കും നേട്ടമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇന്ത്യയിലെ വിലക്കയറ്റ തോത് വലിയ തോതിൽ കുറയ്ക്കാൻ എഥനോളിലൂടെ സാധിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. എഥനോൾ ഇന്ധനം രാജ്യത്തെ കർഷകർക്ക് വലിയ നേട്ടം നൽകുമെന്നും ഗഡ്കരി പറയുന്നു. ആഹാരം നൽകുന്നവർ എന്ന ലേബലിൽ നിന്ന് ഊർജം പ്രദാനം ചെയ്യുന്നവർ എന്ന നിലയിലേക്ക് കർഷകർക്ക് മാറ്റം സംഭവിക്കുകയാണ് എന്നും അദ്ദേഹം പറയുന്നു. ഇതാദ്യമായല്ല നിതിൻ ഗഡ്കരി വൈറലാകുന്ന ഇത്തരം പ്രഖ്യാപനങ്ങൾ നടത്തുന്നത്. മുമ്പ് അടുത്ത 5 വർഷത്തിനുള്ളിൽ പെട്രോൾ ഉപയോഗം അവസാനിക്കുമെന്നും ഗ്രീൻ ഹൈഡ്രജൻ ആസ്ഥാനം കൈയെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. രാജ്യാന്തര തലത്തിൽ ഇന്ധന വില നഷ്ടത്തിലാണ് വാരാന്ത്യത്തിൽ ക്ലോസിംഗ് നടത്തിയിരിക്കുന്നത്. ബ്രെന്റ് ക്രൂഡ് ബാരലിന് 1.05% താഴ്ന്ന് $68 എന്നതാണ് ഇപ്പോഴത്തെ നിരക്ക്.